ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എഴുത്തിൻ പ്രകാരമുള്ള സിയോനും യെരൂശലേമും, ആത്മീകമായുള്ള സിയോനും യെരൂശലേമും. 2 ശമൂവേലിന്റെ പുസ്തകം 5:7. എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു, അത് തന്നെ ദാവീദിന്റെ നഗരം. സിയോൻ എന്ന വാക്കിനെ ഇവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യെരൂശലേമിനെ തലസ്ഥാനമാക്കിക്കൊണ്ട് വാഴ്ചയെ മനസ്സിലാക്കി ദാവീദ് സിയോനെ തന്റെ നഗരമാക്കുന്നു. ഇത് എഴുത്തിൻ പ്രകാരമുള്ള സിയോൻ. 48-ാം സങ്കീർത്തനത്തിലെ മഹാരാജാവിന്റെ നഗരം എന്നത് എഴുതപ്പെട്ടിട്ടുണ്ട്. എഴുത്തിൻ പ്രകാരമുള്ള മഹാരാജ ദാവീദാണ്. എഴുത്തിൻ പ്രകാരമുള്ള യെരൂശലേമിനെ ഇവിടെ നമുക്ക് കാണാം. ആത്മീകമായ സിയോൻ എന്നത് വെളിപ്പാട് 14-ാം അധ്യായം, ആത്മീകമായ യെരൂശലേം എന്നത് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം. സിയോൻ കോട്ട പിടിക്കാൻ പല എതിർപ്പുകളും തടസ്സങ്ങളും ഉണ്ടായതായി 2 ശമൂവേലിന്റെ പുസ്തകം 5:6 എഴുതപ്പെട്ടിട്ടുണ്ട്. കുരുടർ, മുടന്തർ അവനെ തടുപ്പാൻ ഇവിടെയുണ്ട്. സിയോനെ കുറിച്ച് വെളിച്ചമില്ലാത്ത കുരുടന്മാർ, സിയോനിന്റെ അനുഭവങ്ങളെ ദൈനംദിന ജീവിതത്തിൽ നടത്താൻ പറ്റാത്ത മുടന്തർ. ഇവിടെ കുരുടന്മാരും മുടന്തന്മാരും സംഹരിക്കപ്പെടുന്നു. മത്തായി 21:14 യേശു പോയ ഭവനിയിൽ കുരുടന്മാരെയും മുടന്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു, അവൻ അവരെ സൗഖ്യമാക്കി. ഇവിടെ സിയോനെ കാണக்கூடிய സ്ഥാനത്തിലും സിയോനിന്റെ വഴിയിൽ നടക്കുന്ന സ്ഥാനത്തിലും കുരുടന്മാർ, മുടന്തർ ഗുണമാക്കുന്നു. സിയോനെ കുറിച്ച് ക്രിസ്തുവർ അതേതോ ഒരു കുറിപ്പെട്ട കൂട്ടങ്ങൾക്ക് എന്നാണ് വിചാരിക്കുന്നത്. 132-ാം സങ്കീർത്തനം അതിന്റെ 13-14 യഹോവ സിയോനെ തിരഞ്ഞെടുക്കുകയും ഞാൻ അതിനെ തന്റെ വാസസ്ഥലമാക്കി ഇച്ഛിക്കുകയും ചെയ്തു. അത് എന്നേക്കും എന്റെ വിശ്രാമമാകുന്നു. ഞാൻ അതിനെ ഇച്ഛിച്ചിരിക്കയാൽ ഞാൻ അവിടെ വസിക്കും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ തിരുവചനത്തിൽ ദൈവം വസിക്കും സ്ഥലം എന്ന് വളരെ തെളിവായി എഴുതപ്പെട്ടിട്ടുണ്ട്. ദൈവത്തെ നമുക്ക് കാണണമെങ്കിൽ സിയോനിലെ കാണാൻ പറ്റുകയുള്ളൂ. സിയോൻ ദൈവം തങ്ങും സ്ഥലം, അവർ വസിക്കും ഇടം. അതുകൊണ്ട് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും എന്ന് 128-ാം സങ്കീർത്തനം അതിന്റെ 5-ാം വചനത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അവർ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് അറിയാതെ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റുകയില്ല. സിയോനും യെരൂശലേമും ഇണഞ്ഞാണ് കാണപ്പെടുന്നത്. സിയോനിലെ തങ്ങി വാസം ചെയ്യുന്ന ദൈവം യെരൂശലേം എന്ന മനുഷ്യരോട് ജീവിക്കാൻ പോകുന്നു. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം എന്ന് വെളിപ്പാട് 21:3 എഴുതപ്പെട്ടിട്ടുണ്ട്. ദൈവവും മനുഷ്യനും ഒന്നായി നിത്യമായി ജീവിക്കാൻ പോകുന്ന സ്ഥലമാണ് സിയോനും യെരൂശലേമും. ഇത് പെന്തക്കോസ്ത് നാളിനു ശേഷമാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് എന്ന് ദൈവം പറയുന്നത് പെന്തക്കോസ്ത് നാളിന് മുമ്പ് ജീവിച്ച പരിശുദ്ധവാന്മാർക്ക് ഉള്ള നിത്യമായ വാസസ്ഥലം. ഇതിനെ യോഹന്നാൻ 14-ാം അധ്യായം ആദ്യത്തെ 3 വചനങ്ങളിൽ നമുക്ക് കാണാം. വെളിപ്പാട് 21-ാം അധ്യായം അതിന്റെ ആദ്യത്തെ 2 വചനങ്ങളിൽ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. പുതിയ ഭൂമി, പുതിയ ആകാശം എന്നത് പെന്തക്കോസ്ത് നാളിന് മുമ്പ് ഉള്ള നിത്യവാസസ്ഥലം. പുതിയ യെരൂശലേം എന്നത് പെന്തക്കോസ്ത് നാളിനു ശേഷം ഉള്ള നിത്യവാസസ്ഥലം. യെരൂശലേമിനോട് സിയോൻ ഇണഞ്ഞിരിക്കുന്നു. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണുമെന്ന് സങ്കീർത്തനം 128:5 എഴുതപ്പെട്ടിട്ടുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 21 സിയോൻ പുത്രി എന്നും യെരൂശലേം പുത്രി എന്നും എഴുതപ്പെട്ടിട്ടുണ്ട്. എഴുത്തിൻ പ്രകാരമുള്ള സിയോനും യെരൂശലേമും ദാവീദിനുള്ളതാണ്. അശ്ശൂർ യഹൂദയെ നശിപ്പിക്കുവാൻ എതിർച്ചെന്ന ഹിസ്കിയാവിന്റെ നാളിൽ സിയോൻ പുത്രിയും യെരൂശലേം പുത്രിയും നിന്ദിച്ച ഇടത്തിലും തലയെ കുലുക്കുന്ന സ്ഥാനത്തിലും ഇരിക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. സിയോൻ പുത്രിയായ കന്യാസ്ത്രീ നിന്നെ നിന്ദിച്ചു, നിന്നെ പരിഹാസം ചെയ്യുന്നു. യെരൂശലേം പുത്രി നിന്റെ പിന്നാലെ തലയെ കുലുക്കുന്നു. ഇതു നിമിത്തം ഒരു ദൂതൻ 1,85,000 പേരെ കൊന്നു എന്ന് ഈ അധ്യായത്തിലെ അവസാന ഭാഗത്ത് നമുക്ക് കാണാം. സിയോൻ പുത്രിയും യെരൂശലേം പുത്രിയും ഇണഞ്ഞ് ശത്രുവിനെ വീഴ്ത്തുന്നു. സിയോൻ പുത്രി കന്യാസ്ത്രീ എന്ന് ഇവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്. യെരൂശലേം പുത്രി മുൻ നിർണയിക്കപ്പെട്ടവരെ പ്രസവിക്കുന്ന സ്ഥാനത്തിലെ അവനിരിക്കുന്നു. ലൂക്കോസ് 23-ാം അധ്യായം അതിന്റെ 28-29 യേശു തിരിഞ്ഞ് അവരെ നോക്കി, യെരൂശലേം പുത്രിമാരെയും എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. ഇതോ മച്ചികൾ
ഭാഗ്യവതികൾ എന്നും പ്രസവിക്കാത്ത ഗർഭഫലങ്ങളും പാൽ കൊടുക്കാത്ത മുലകളും ഭാഗ്യമുള്ളവ എന്നും പറയുന്ന നാൾ വരും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രസവിക്കുന്ന ഗർഭം അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് ഈ തിരുവചനം നമുക്ക് വെളിപ്പെടുത്തുന്നു. എഫേസ്യർ 1:4 നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. യോഹന്നാൻ 12:14-15 വചനങ്ങളിൽ ഭവനയിൽ സിയോൻ പുത്രിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സിയോൻ പുത്രി, ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടി പുറത്ത് കയറി വരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. യേശു ഒരു കഴുതക്കുട്ടിയെ കൊണ്ട് അതിന്റെ മേലെ കയറിപ്പോയി. മത്തായി 21:4 സിയോൻ പുത്രിയോട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹന മൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവിൻ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. സിയോൻ പുത്രി എന്നത് യേശുവിന്റെ ശിഷ്യന്മാർക്കും അവന്റെ അപ്പോസ്തലന്മാർക്കും അവകാശമുള്ള അനുഭവമാണ്. യെരൂശലേം കുമാരത്തി എന്നത് മുമ്പേ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പെറ്റെടുക്കുന്ന വിശ്വാസികൾക്കുള്ളതാണ്. ദാവീദ് രാജാവിനെ കുറിച്ച് ചരിത്രത്തിൽ എഴുത്തിൻ പ്രകാരമുള്ള സിയോനെയും എഴുത്തിൻ പ്രകാരമുള്ള യെരൂശലേമിനെയും നാം കാണുന്നു. പെന്തക്കോസ്ത് നാളിൽ നിന്ന് നാം ആത്മീകമായ സിയോനായും ആത്മീകമായ യെരൂശലേമായും ഇരിക്കുന്നു. ഈ അനുഭവങ്ങൾക്കായി നമ്മെ സമർപ്പിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.